നമസ്കാരം എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് സെക്കൻഡ് അതായത് പാർട്ട് 2-ലെ 9ാമത്തെ ചാപ്റ്റർ അതായത് മധ്യകാല കേരളം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സ് മധ്യകാല ഇന്ത്യ, മധ്യകാല ലോകം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മധ്യകാല കേരളത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തവരൊക്കെ മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് മധ്യകാല കേരളത്തിലെ അതായത് CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിലെ രീതികളെക്കുറിച്ച് അറിവ് നൽകുന്ന സുപ്രധാന രേഖകളാണ് എന്ത് ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ചെപ്പേടുകൾ? ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള അതായത് CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് നൽകുന്ന സുപ്രധാന രേഖകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെപ്പേടുകളാണ്. ഏതാണ്? ചെപ്പേടുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ഈ ജൂത ചെപ്പേട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് എന്തായിരുന്നു ചെപ്പേടുകൾ? ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. ചെപ്പേടുകൾ എന്ന് വെച്ചാൽ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുക്കുന്ന അധികാര രേഖകൾ പ്രധാനമായിട്ടും ചെപ്പേടുകളിലായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് നാടുവാഴികൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾക്കും അതുപോലെ കച്ചവട സംഘങ്ങൾക്കും അധികാരങ്ങൾ നൽകുന്നത്, എഴുതി നൽകുന്നത് എങ്ങനെയായിരുന്നു? ഈ ചെപ്പേടുകൾ വഴിയായിരുന്നു. അതായത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തായിരുന്നു നൽകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തരിസാപ്പള്ളി ശാസനം എന്ന് നമ്മൾ പറയും, തരിസാപ്പള്ളി ചെപ്പേട്. ജൂത ശാസനം എന്ന് പറയാറുണ്ട്, ജൂത ചെപ്പേട്. അതുപോലെ ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ചില ചെപ്പേടുകളിൽ മാത്രമാണ് ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ഈ നമ്മളിപ്പോൾ ജൂത ശാസനം അല്ലെങ്കിൽ ജൂത ചെപ്പേടിൻ്റെ ഒരു പടം കണ്ടു. ഈ ചെപ്പേടിലുള്ള നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. പഴയ കാലത്ത് ഈ ചെപ്പേടുകളൊക്കെ എഴുതിയിരുന്ന ലിപി ഏതായിരുന്നു? വട്ടെഴുത്ത് ലിപിയായിരുന്നു. വട്ടെഴുത്ത് ലിപിയായിരുന്നു. അതുപോലെ തന്നെ ഈ ജൂതശാസനം എന്താണെന്ന് നോക്കാം. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. എന്താണ്? അതായത് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ ജൂത ചെപ്പേടിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം, ആരാണ് പെരുമാക്കൾ? കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. എന്നാണ് ഈ മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് രാജഭരണം നിലവിൽ വന്നത്? CE 9ാം നൂറ്റാണ്ടോടുകൂടിയാണ്. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നറിയപ്പെടുന്നു. അതായത് മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? പെരുമാക്കൾ എന്ന് അറിയപ്പെട്ടു. ഈ മഹോദയപുരം എന്താണ്? ഇന്നത്തെ ഈ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. അന്നൊരു കാലത്ത് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ്. പെരുമാക്കന്മാർ ചേരൻ, ചേരന്മാർ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ചേരൻ, ചേരന്മാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? പെരുമാക്കന്മാരാണ്. അതുപോലെ ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. അതായത് ചേരൻ അല്ലെങ്കിൽ ചേരന്മാര്, കുലശേഖരന്മാര്, പെരുമാക്കന്മാര് ഇവരൊക്കെ എന്ന് വെച്ചാൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരാണെന്ന് ജനറലായിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. ആരൊക്കെയാണ്? ചേരന്മാര്, അതുപോലെ കുലശേഖരന്മാര്, അതുപോലെ പെരുമാക്കന്മാർ. ഇവരുടെയൊക്കെ ആസ്ഥാനം എവിടെയായിരുന്നു? മഹോദയപുരമായിരുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അന്ന് ആരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു? പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അന്ന് പെരുമാക്കന്മാരുടെ കാലത്ത് നാടുകൾ എന്നാണ് പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതായത് CE 800 മുതൽ CE 1122 വരെ, CE 800 കോമൺ ഇറ 800 മുതൽ 1122 വരെ 14 നാടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വടക്കു ഭാഗത്തുള്ള നാടാണ് കോലത്ത് നാട്. ഏതാണ്? കോലത്ത് നാടാണ് ഏറ്റവും വടക്കു ഭാഗത്ത്. ഏറ്റവും തെക്ക് ഭാഗത്ത് വേണാട്, ഏറ്റവും വടക്കു ഭാഗത്ത് കോലത്ത് നാട്. അങ്ങനെ 14 നാടുകളായിട്ടായിരുന്നു അന്ന് കേരളത്തെ നിലനിർത്തിയിരുന്നത്. ഇനി
അതുപോലെ തന്നെ പെരുമാക്കൻ കാലത്തെ സാമൂഹികവും സാമ്പത്തികപരമായുള്ള സവിശേഷതകൾ നമുക്ക് നോക്കാം. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ അന്ന് കൃഷി വ്യാപകമാക്കി. അതുപോലെ കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. കാർഷിക ഗ്രാമങ്ങളിൽ ആരായിരുന്നു അധികാരം സ്ഥാപിച്ചത്? ബ്രാഹ്മണരായിരുന്നു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു വന്നു. അതായത് പെരുമാൾ കാലത്തെ പ്രത്യേകതകളാണ്: ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമാക്കി, കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിക്കുന്നു, ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു വരുന്നു. അതുപോലെ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായിരുന്നു. അതായത് കൃഷിക്കാരൊക്കെ ആളടിയന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരാണ് നേരിട്ട് ഭൂമിയിൽ അധ്വാനിച്ചിരുന്നത്. എന്നാൽ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ബ്രാഹ്മണർക്കായിരുന്നു. ഇനി ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകളുണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു. നമ്മൾ പറഞ്ഞു 14 നാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഭരിച്ചിരുന്ന ആൾക്കാർ എങ്ങനെ അറിയപ്പെട്ടു? നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു. അടുത്ത് നോക്കാം. നാടുവാഴി സ്വരൂപങ്ങൾ എന്താണെന്ന് നോക്കാം. 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിക്കുന്നു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു ഈ കോമൺ ഇറ 800 മുതൽ 1722 വരെ ഈ പറയുന്ന 14 നാടുകളായിട്ടാണെന്നൊക്കെ പറഞ്ഞു. കോലത്ത് നാട് മുതൽ വേണാട് വരെ 14 നാടുകളാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന പെരുമാൾ ഭരണം അവസാനിച്ചു കഴിഞ്ഞ് ഈ നാടുവാഴികൾ തന്നെ ഇവിടെ സ്വയമായിട്ട് ഭരണം നടത്തുന്നു. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴികളുടെ കുടുംബം എന്നറിയപ്പെട്ടത് സ്വരൂപം എന്നാണ്. അതായത് കുടുംബത്തിലെ മൂത്ത അംഗമാണ് അന്ന് അധികാരം കൈയാളിയിരുന്നത്. വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേണാട് ഭരിച്ചിരുന്ന സ്വരൂപത്തിൻ്റെ പേരെന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപമാണ്. ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപമാണ്. അതായത് വേണാട് തൃപ്പാപ്പൂര്, കൊച്ചി പെരുമ്പടപ്പ്, അതുപോലെ കോഴിക്കോട് നെടിയിരുപ്പ്, ചിറക്കല് കോല സ്വരൂപം. അതുപോലെ നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസമുണ്ടായിരുന്നു. അതുപോലെ ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. അതൊക്കെയാണ് അന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കാം മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ കച്ചവടം എങ്ങനെയായിരുന്നു എന്നുള്ളത്. മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായിട്ടുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. അതായത് നമ്മുടെ ദേശത്തു നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നവ എന്തൊക്കെയായിരുന്നു? ഏലം, ഇഞ്ചി, കുരുമുളക്, കറുവ അതുപോലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ പുറം നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയായിരുന്നു? കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ, പട്ട് എന്നിവയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പുറം നാട്ടിലേക്ക് പോയിരുന്നത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണെങ്കിൽ പുറം നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിരുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു കളിമൺ പാത്രങ്ങൾ, ചീന അല്ലെങ്കിൽ മീൻ വലകൾ, അതുപോലെ പട്ട് എന്നിവ. ഇനി തുടക്കത്തിൽ കച്ചവടം പ്രധാനമായിട്ടും സാധനങ്ങൾക്ക് പകരം സാധനം നൽകുന്ന രീതിയിലായിരുന്നു. പിന്നീട് നാണയം നൽകി സാധനങ്ങൾ വാങ്ങി. ആദ്യം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു. പിന്നീടാണ് നാണയങ്ങൾ നൽകി സാധനങ്ങൾ വാങ്ങി തുടങ്ങിയത്. അതായത് അതുപോലെ തന്നെ ആ ഒരു മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ ഏതൊക്കെയായിരുന്നു? അഞ്ചുവണ്ണവും മണിഗ്രാമവുമായിരുന്നു എന്നീ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അഞ്ചുവണ്ണം, മണിഗ്രാമം. ഇതൊക്കെ എന്താണ്? കച്ചവട സംഘങ്ങളാണ്. അതുപോലെ വ്യാപാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. അതായത് അന്ന് കച്ചവട ചുങ്കമായിരുന്നു പ്രധാന വരുമാന മാർഗം. മധ്യകാലഘട്ടത്തിലെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? കേരളത്തിലെ കച്ചവട ചുങ്കമായിരുന്നു. അതുപോലെ അഞ്ചുവണ്ണവും മണിഗ്രാമം എന്താന്ന് നോക്കാം. CE 9 മുതൽ 13ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. ഈ അഞ്ചുവണ്ണം, മണിഗ്രാമം തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിന്റെ ഈ പറയുന്ന തുറമുഖ പട്ടണങ്ങൾ അഥവാ കടൽത്തീര പട്ടണങ്ങളായിരുന്നു.
ഇത് നോക്കാം. അങ്ങാടികൾ. അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി. അതായത് ഈ പറയുന്ന അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിന് പുരോഗതി ഉണ്ടായപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്രാമങ്ങളിൽ ഈ വാണിജ്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ ആൾക്കാർ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അവരെന്ത് ചെയ്തു? ഇതൊക്കെ അങ്ങാടികളിൽ കൊണ്ടുവന്ന് മറ്റ് കച്ചവടക്കാർക്ക് കൈമാറി തുടങ്ങി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി എന്നും കൂടെ ഓർത്തുവെക്കാം. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയായിരുന്നു അന്നത്തെ പ്രധാന അങ്ങാടികൾ. ഏതൊക്കെയാണ്? അനന്തപുരം, കൊല്ലം, കൊച്ചി, അതുപോലെ കോഴിക്കോട്, പന്തലായനി എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന അങ്ങാടികൾ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളുമായിരുന്നു. ഏതൊക്കെയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ? കൊല്ലം, അതുപോലെ കൊച്ചി, അതുപോലെ കോഴിക്കോട്, വളപട്ടണം, ഇവയൊക്കെ പ്രധാന തുറമുഖങ്ങളായിരുന്നു. നമുക്ക് നോക്കാം, എന്താണ് മണിപ്രവാളം? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്നൊരു ഭാഷാ ശൈലി രൂപം കൊണ്ടു. ഇത് മണിപ്രവാള രീതി എന്നറിയപ്പെട്ടു. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു. മണിപ്രവാളം എന്ന് വെച്ചാൽ മലയാളം, സംസ്കൃതം, അത് രണ്ടും കൂടെ കൂടിച്ചേർന്നൊരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം എന്ന് അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെ പറ്റിയും വിവരിച്ച് നോക്കാം. നമുക്ക് നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? മാഹ്വാനായിരുന്നു. അതായത് ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്ക് വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇങ്ങനെ ദല്ലാൾമാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മധ്യകാലഘട്ടത്തിലെ ഈ കച്ചവട രീതിയെ പറ്റിയൊക്കെ പറഞ്ഞൊരു സഞ്ചാരിയായിരുന്നു മാഹ്വാനായിരുന്നു എന്ന് ഓർത്തു വയ്ക്കാം. ചൈനീസ് സഞ്ചാരിയായിരുന്നു. ഇനി ഭാഷ, സാഹിത്യം, കല. മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ ഭാഷ, സാഹിത്യം, കല അതൊക്കെ നോക്കാം. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ട ഭാഷയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മലയാളം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? തമിഴിൽ നിന്നാണ്. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുടെ രീതികളും മലയാളത്തിലുണ്ടെന്ന് ഓർത്തു വയ്ക്കാം. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. പഴയ മലയാള ലിപികൾ ഏതൊക്കെയായിരുന്നു? വട്ടെഴുത്തും കോലെഴുത്തുമായിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത്. നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യം കണ്ടു, ജൂതശാസ്ത്രം അഥവാ ജൂതച്ചെപ്പയുടെ വട്ടെഴുത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ അന്നത്തെ പ്രധാന കൃതികൾ: ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ രചിച്ച ആരാണ്? ചെറുശ്ശേരി. രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ. അതായത് എഴുത്തച്ഛൻ്റെ രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം, കിളിപ്പാട്ട് അത് എഴുതിയത് ആരാണ്? എഴുത്തച്ഛനാണ്. രാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം, കിളിപ്പാട്ട്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു. അതായത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അതുപോലെ എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ, ഇതൊക്കെയാണ് മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ച പ്രധാന കൃതികൾ. ഇനി 17-ാം നൂറ്റാണ്ടിൽ ക്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാദ്രി രചിച്ച പുത്തൻ പാനയും മലയാളം ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. രണ്ടും ചോദിച്ച ചോദ്യങ്ങളാണ്. ക്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതി ഏതാണ്? മുഹിയുദ്ദീൻ മാലയാണ്. അതുപോലെ അർണോസ് പാദ്രി രചിച്ച കൃതിയാണ് പുത്തൻ പാന രചിച്ച ആരാണ്? അർണോസ് പാദ്രിയാണ്. അതുപോലെ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽ പാട്ട് എന്നിവയെ മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കിയെന്ന് ഓർത്തുവെക്കാം. ഇനി അറബി മലയാളം എന്താന്ന് നോക്കാം. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. അറബി മലയാളം എന്തായിരുന്നു? കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയായിരുന്നു. അറബി ലിപി വെച്ചാണ് എഴുതിയിരുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അറബി മലയാളത്തിന്റെ ലിപി ഏത് ഭാഷയിലെ ലിപിയായിരുന്നു? അറബി ലിപിയായിരുന്നു. ഇനി മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലത് നോക്കാം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ രൂപം കൊണ്ടുവന്നു. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രത്തോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളി അവ ക്ഷേത്രകലകൾ. ചോദിക്കാം നമ്മളോട് താഴെ തന്നിരിക്കുന്നവ ഈ ക്ഷേത്രകലകളിൽ ഉൾപ്പെടാത്ത ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ക്ഷേത്രകലകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. കൂത്ത്, കൂടിയാട്ടം, കഥകളി. ഇനി കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിൽ നടത്തപ്പെട്ടിരുന്ന അനുഷ്ഠാന കലകൾ ഏതൊക്കെയാണ്? തെയ്യം, തിറ, കളമ്പാട്ട്. തെയ്യം,
തിറ, കളംപാട്ട് എന്നിവയൊക്കെ അനുഷ്ഠാന കലകളായിരുന്നു. കാവുകളിലും ചില ആരാധനാലയങ്ങളിലുമൊക്കെയാണ് നടത്തപ്പെട്ടിരുന്നത്. തെയ്യം, തിറ, അതുപോലെ കളംപാട്ട് ഇവ ക്ഷേത്രകലകളേക്കാൾ ജനകീയമായിരുന്നു എന്നും കൂടെ ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായിട്ട് പല കലകളും ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിംസിൻ്റെ ഒപ്പന, ക്രിസ്ത്യൻസിൻ്റെ മാർഗം കളി, ചവിട്ട് നാടകം ഇവയൊക്കെ ഈ പറഞ്ഞ മതവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ചില ഈ പറയുന്ന കലകളാണ് ഒപ്പന, മാർഗംകളി, അതുപോലെ ചവിട്ട് നാടകം. ഇനി വിജ്ഞാനം നോക്കാം. അതായത് വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. അതുപോലെ പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനാരായിരുന്നു ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ ആരായിരുന്നു? പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ശങ്കരനാരായണീയം. ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ശങ്കരനാരായണീയമാണ്. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോകശ്രദ്ധ നേടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മധ്യകാല കേരളത്തിലെ പ്രധാന ഗണിതശാസ്ത്രജ്ഞനാരായിരുന്നു? സംഗ്രാമ മാധവനായിരുന്നു. അതുപോലെ അഷ്ടാംഗ ഹൃദയം, അത് ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. അത് എഴുതിയത് അക്കാലത്തായിരുന്നു അഷ്ടാംഗ ഹൃദയം. അതുപോലെ ചരിത്ര വിവരങ്ങൾ ഇറങ്ങിയ മൂഷകവംശം, അതുലൻ രചിച്ച മൂഷകവംശം. അതുപോലെ തുഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫത്തുൽ മുജാഹിദീനൊക്കെ ഈ പറയുന്ന ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മധ്യകാല കേരളത്തിലുണ്ടായിരുന്ന കൃതികളായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ശങ്കരനാരായണൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ശങ്കരനാരായണീയം അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. സംഗ്രാമ മാധവൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. അഷ്ടാംഗ ഹൃദയം ആയുർവേദ ഗ്രന്ഥമാണ്. മൂഷകവംശം അതുലൻ രചിച്ചതാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതുപോലെ തന്നെ അക്കാലത്തെ വിദ്യാ കേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ബുദ്ധ കേന്ദ്രങ്ങളോടുള്ള ചേർന്നുള്ള വിദ്യാലയങ്ങളെ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? പള്ളികൾ എന്ന് വിളിച്ചു. അപ്പോൾ ശാലകൾ എന്തായിരുന്നു? അന്നത്തെ സ്കൂളുകളിലെ വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു. അവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഈ പറയുന്ന പള്ളികൾ ബുദ്ധ കേന്ദ്രങ്ങളായിരുന്നു പള്ളികൾ. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാ കേന്ദ്രങ്ങളാണ് അല്ലെങ്കിൽ വിദ്യാലയങ്ങളാണ് പള്ളികൾ എന്ന് ഓർത്തു വയ്ക്കാം. മധ്യകാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പ്രധാന ശാലകൾ ഏതൊക്കെയാണ്? കാന്തള്ളൂർ ശാല, വിഴിഞ്ഞൻ ശാല, പാർത്ഥിവശേഖരപുരം ശാല ഏതൊക്കെയാണ്? കാന്തള്ളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല ഇതൊക്കെ കേരളത്തിലെ പ്രധാന വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. പള്ളികൾ എന്ന് വെച്ചാൽ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള വിദ്യാലയങ്ങളാണ്. ശാലകൾ എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടായിരുന്ന വിദ്യാലയങ്ങളാണെന്നും കൂടെ ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്സ് വരുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ മൊത്തമായിട്ടും വീഡിയോ കാണുക. അതുപോലെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ അതും കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് നമ്മൾ താമസിക്കാതെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതോടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.